ഈ പ്രോ ലൈഫ് അതുപോലെ തന്നെ പ്രോ ചോയ്സ് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് ഈ പ്രോ ചോയ്സിന് വേണ്ടി വാദിച്ചിരുന്ന ഇവിടെയുള്ള ഇടത് ലിബറലുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം വന്നതോടുകൂടി അവരെന്ത് ചെയ്യാണ്, പെട്ടെന്ന് പ്രോ ലൈഫ് ആവാൻ, അതായത് അബോർഷൻ ചെയ്തത് മനുഷ്യഹത്യയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് മനുഷ്യഹത്യയാണ് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നാസ്തികരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ വൈകല്യം ഉണ്ടെങ്കിൽ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ആ നിലക്കുള്ള ഒരു ഹിപ്പോക്രസി ഇവിടെ കണ്ടു എന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അവിഹിതം എന്ന് പറയുന്ന അടുത്ത. ഇപ്പോൾ ഈ കേസിൽ രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് അബോർഷൻ ആണെന്ന് അവിഹിതമാണ്. അവിഹിതവും ഇതേപോലെ തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മൊറാലിറ്റി ആയിട്ട് പറയുന്നത് ലിബറൽ മൊറാലിറ്റി ആണല്ലോ. ആ ലിബറൽ മൊറാലിറ്റി വെച്ചിട്ട് ഇവിടെ സംഭവിച്ച ഒരു കാര്യവും വിമർശനാർഹമല്ല. അല്ല, അവർ പറയട്ടെ, ഏതാണ് ചാറ്റ് ചെയ്താണോ പ്രശ്നം? ചാറ്റ് ചെയ്തത് എന്താ പ്രശ്നം? ചാറ്റ് ചെയ്തതിൽ ഒരു ലിബറൽ മൊറാലിറ്റി വെച്ചിട്ട് ഒരു അന്യ സ്ത്രീയോട് ചാറ്റ് ചെയ്യുന്നത് എന്താണ് കുഴപ്പം? അതും അവരെ വളക്കാൻ ശ്രമിക്കുന്നത് എന്താണ് പ്രശ്നം? എന്താണ് കുഴപ്പം? അതാണ് ചോദ്യം. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോൾ ചെയ്യുന്നുണ്ട് എന്താ കുഴപ്പം? അല്ലെങ്കിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്താ കുഴപ്പം? ഇതൊക്കെയാണ് ഇദ്ദേഹം ചെയ്തത്. അങ്ങനെ ഉണ്ടായ ഒരു കുട്ടി, ആ കുട്ടിയെ എനിക്ക് ബുദ്ധിമുട്ടാവില്ലേ, എനിക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അതിന് ഒഴിവാക്കല്ലേ നല്ലത് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അബോർഷന് വേണ്ടി പ്രേരിപ്പിച്ചു എന്ന് പറയും, എന്താ കുഴപ്പം? അങ്ങനെ ആണെങ്കിൽ പ്രശ്നം. ഇപ്പോൾ എന്റെ ലൈഫിൽ ഒരു ചോയ്സ് ഞാൻ എടുക്കുന്നു, ആ ചോയ്സ് എടുക്കാൻ എനിക്ക് എന്റെ ഫ്രണ്ട്സ് സ്വഭാവമായിട്ട് സജഷൻ തരും. ആ സജഷനുകൾ പലതരത്തിലാവാം. അത് അവരെ ബാധിക്കുന്ന രീതിയിൽ, ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അവരെ ബാധിക്കുന്നതാവും, ഫാമിലിനെ ബാധിക്കുന്ന, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളിലൂടെയാണ് ഡിസിഷൻ വരിക. അങ്ങനെ ഒരു ചർച്ചയിൽ അവിടെ നടന്നിട്ടുള്ളൂ. അത് നിങ്ങളുടെ മൊറാലിറ്റി പ്രകാരം ഒരു നിലക്കും എതിർക്കാൻ പറ്റാത്തതാണ് ഇത്രയും വൃത്തിയായിട്ട കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം വളരെ മോശമാണ്. മതപരമായി ചിന്തിച്ച് നോക്കി ഇതേ കാര്യങ്ങൾ, ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ മതപരമായി മാത്രം ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കാൻ പറ്റുമോ? വേണ്ടാത്ത രീതിയിൽ പറ്റില്ല. ഫ്ലേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഏതാണ് പിന്നെ ഗർഭചിത്രം, അല്ല സെക്സ് ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഇനി പിന്നെ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ പറ്റില്ല. സിമ്പിൾ നമ്മളൊരു മറ്റേ മോഡ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് നാച്ചുറൽ പൊസിഷനിലേക്ക് വന്നാൽ മനുഷ്യന്റെ പ്രകൃതപരമായിട്ട് വളരെ വൃത്തികെട്ട പ്രവർത്തനങ്ങളായി വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ആ വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയാണ് ജസ്റ്റിഫൈഡ് ആകുന്നത്? മതപരമായിട്ടുള്ള വ്യൂവിൽ നോക്കുമ്പോൾ അത് വൃത്തികേട് തന്നെയാണ്. എന്നാൽ മനുഷ്യപ്രകൃതത്തിൽ വൃത്തികേടായ കാര്യം മതപരമായി നോക്കുമ്പോൾ വൃത്തികേടാണ്. പക്ഷേ ഇവരുടെ ആശയപ്രകാരം നോക്കുമ്പോൾ അതിലൊരു വൃത്തികേടും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ ആശയത്തിന്റെ പ്രശ്നം. അതിൽ വേറൊരു വിഷയം കൂടി എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവർ പറയുന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ചോദിച്ചാണ്, പിന്നെ ഞാൻ നിയമപരമായിട്ടൊരു തെറ്റും ചെയ്തില്ലല്ലോ, നിയമപരമായി ഏതെങ്കിലും തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ ഇതുവരെ സാധ്യമല്ല അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു വലിയ അശ്ലീലമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ആ രീതിയിലല്ല നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ, പക്ഷേ അവിടെ ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ സമരങ്ങളും ജാഥകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിയമപരമായിട്ടൊരു തെറ്റും കാണുന്നില്ല, പക്ഷേ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ തെറ്റ്? അതാണ് ചോദ്യം. എന്താണ്, എങ്ങനെയാണ് ആ തെറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത്? അല്ലെങ്കിൽ തെറ്റിനെ തെറ്റാക്കി മനസ്സിലാക്കാൻ എന്ത് ബേസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ചർച്ചകൾ വരികയാണ്, ധാർമ്മികത, അല്ലെ, ധാർമ്മികപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് ചർച്ച ചെയ്യുന്നതാണ് വിഷയം. ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള ചില ആളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ചർച്ചകളിൽ കാണുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലമായി കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധാർമ്മികതയാണ് നമുക്ക് ആവശ്യം, അതാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്, മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ബേസ്. പക്ഷേ അതേ ആളുകൾ എന്ത് ചെയ്യാണ്, ധാർമ്മികതയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ഇതിൽ ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടല്ലോ, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പിന്നെ സ്ഥാനം രാജിവെക്കണമല്ലോ എന്നുള്ള നിലക്കൊക്കെ പറയാം.